ഒന്ന് പുറത്ത് പോയി വന്നാലോ? നിങ്ങളും കണ്ടോളൂ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എവിടെ പോകുമ്പോഴും ഇവരുടെ ഒരു ഫോട്ടോ അതെനിക്ക് നിർബന്ധമാണ്. ഇവർ പറയും അമ്മയ്ക്ക് വേറൊരു പണിയില്ലേന്ന്. ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഇത് അമ്മ അവിടെ ആരോട് വർത്തമാനം പറയുന്നുണ്ട് എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് പോകണേ. ആദ്യം ഞങ്ങൾ ഓട്ടോയിൽ പോകാം മാമയുടെ കൂടെ എന്ന് വിചാരിച്ച്. പക്ഷേ മാമയ്ക്ക് വേറൊരു ഓട്ടോ കിട്ടിയോണ്ട് ഞങ്ങളത് വേണ്ടാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ ബസ് വന്നു. ഇതാട്ടോ ബസ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള കണ്ടക്ടറാണ് കേട്ടോ അത്. ഇപ്പോഴും ആൾക്കൊരു മാറ്റമില്ല. അപ്പോൾ അതാ പോകുന്ന വഴിക്കെടുത്ത് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതാ ഞാൻ. അപ്പോൾ ഞങ്ങൾ കൂട്ടുപാതയാണ് ആദ്യം ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് വീണ്ടും കൂറ്റനാടിക്ക് ബസ് കയറി. കൂട്ടുപാതയിൽ നിന്ന് ഒരു ബസ് കയറിയാൽ കുട്ടനാട് എത്താം. കുട്ടനാടൊക്കെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഞാൻ പോകുന്നത് ഷഹനാസിക്കാണ് കേട്ടോ. എനിക്കൊരു ബ്ലൗസിൻ്റെ ലൈനിങ് തുണി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അതിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകുന്നത് കേട്ടോ. കുറച്ച് നേരം അവിടെ പോയി നിന്ന ശേഷം പിന്നെ മാവേലിക്കാണ് പോയത്. അവിടുന്ന് മാവേലിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഓണല്ലേ വരുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ തുണി ഞാൻ ബ്ലർ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉടുക്കാനുള്ള ബ്ലൗസുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്പം കണ്ടാൽ മതിയല്ലോ. പിന്നെ ബേബിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബില്ലടച്ചിട്ട് നേരെ മാവേലി പോയിട്ടോ. മാവേലിയിൽ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ സാധനങ്ങളൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മ വാങ്ങിയിട്ട് ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബില്ല് മാത്രം അടയ്ക്കാണ്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു കേട്ടോ മാവേലിക്ക്. പിന്നെ എന്താ ഞങ്ങൾ നടക്കുന്ന വഴിയെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് അമ്മ അവിടെ മാവേലിയിൽ നിൽക്കുന്നുണ്ട്. അമ്മ അവിടുന്ന് എന്തൊക്കെയോ ആക്ഷൻ കാട്ടുന്നുണ്ട്. ഈ മാസ്ക് ഇട്ടത് വേറെ ഒന്നും കണ്ടല്ല കേട്ടോ. കഴിഞ്ഞ വട്ടം മാവേലി പോയപ്പോൾ എനിക്ക് പനി വന്നു, ജലദോഷം വന്നു, എല്ലാം വന്നു. അവിടുത്തെ മണം, മുളക് മണമൊക്കെ. അപ്പോൾ അവിടെ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും കേട്ടോ. കൂറ്റനാട് മാവേലിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെയാണെങ്കിൽ അരി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ കറുകപ്പത്തൂർക്കാട് പോകുക. അവിടെയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഡേറ്റ് ഞങ്ങൾ കുട്ടനാട് മാവേലിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി ഞങ്ങളോട് കുശലാന്വേഷണങ്ങൾ ചോദിക്കായിരുന്നു കേട്ടോ. രതി എന്നാണ് പേര്. അതാ ഈ ചേച്ചി കേട്ടോ. എല്ലാ കാര്യവും ഞങ്ങളോട് ചോദിച്ചറിയൂ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒക്കെ നിന്ന് കറങ്ങി. അപ്പോൾ ബില്ലടിച്ചു. അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ലടിച്ചു കേട്ടോ. മാവേലിയിൽ എന്താ വെച്ചാൽ മെയിനായിട്ട് വരുന്നത് ഈ അരിയും അതുപോലെ തന്നെ പഞ്ചസാരയും വാങ്ങാനാണ്. പിന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ടോ. ഓണൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് ഓട്ടോ വിളിക്കാൻ കേട്ടോ. അത് കണ്ടോ, ബായ് പറയാൻ നോക്കിക്കോട്ടോ. അപ്പോൾ ഓട്ടോ വിളിക്കാൻ അമ്മയും ബേബിയും വേദും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് മാവേലിയുടെ ഇവിടേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ കയറ്റി ഓട്ടോയിൽ വെച്ചു. കാരണം അങ്ങോട്ട് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ ഗൈസ്. ഇത്രയും സാധനങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ പോസിബിൾ അല്ല പോവാന്നുള്ളത്. ബായ് ആയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഓട്ടോയിലൊക്കെ ഇവർ കയറി കുറച്ച് നേരം ഉറക്കമൊക്കെ പാസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നൊരു കറക്കാണ് ഗൈസ് ഉണ്ടായിരുന്നത്, മാവേലി കറക്കം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.